ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങയിലും വൻപയറും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. മുരിങ്ങയില ഇടുന്നത് കൊണ്ട് തന്നെ ഈ തോരൻ വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുതിർത്ത വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഒരിത്തിരി ഉപ്പുകൂടി ഇട്ടിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ ഇടാൻ വേണ്ടി വെക്കുകയാണ്. ഈ സമയത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുരിങ്ങയില പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുരിങ്ങയിലേക്കൊന്ന് വെന്ത് വരട്ടെ. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കുകയാണ്. വൻപയറിൽ ചെറുതായിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഉപ്പ് പാകം നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. വൻപയർ വേവിച്ച വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി തോരനൊന്ന് ഡ്രൈ ആയി വരട്ടെ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. മുളപ്പിച്ച വൻപയർ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പതേ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി നന്നായി ഇളക്കി ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില വൻപയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.